പ്രോജക്റ്റ് വണ്ടേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൽ പലർക്കും അനുഭവമുണ്ടാകും, ചില കാർ ഓഡിയോ സിസ്റ്റങ്ങളിൽ നിന്നും വരുന്ന മ്യൂസിക് ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും നമ്മുടെ ശ്രദ്ധ അതിലേക്ക് തിരിക്കാൻ ആ ഓഡിയോ സിസ്റ്റത്തിന് കഴിഞ്ഞിട്ടുണ്ടാകും. അത്രയ്ക്കും റിയലിസ്റ്റിക് ആയ ഓഡിയോ പ്രൊഡ്യൂസ് ചെയ്യാൻ ശേഷിയുള്ള ആംപ്ലിഫയറുകളാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഹൈ എൻഡ് ഓഡിയോ സിസ്റ്റങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്നതും മികച്ച ഓഡിയോ ക്വാളിറ്റി നൽകുന്നതുമായ TDA 7388 IC ഉപയോഗിച്ചിട്ടുള്ള ഒരു 4 ചാനൽ ആംപ്ലിഫയർ ബോർഡിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബോർഡിൻ്റെ റിവ്യൂവിനൊപ്പം ഇതിൻ്റെ സൗണ്ട് ടെസ്റ്റും ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ ആയാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ തത്സമയം നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. കൂടാതെ വീഡിയോ പൂർണ്ണമായി കാണുക. ഇതാണ് TDA 7388 IC ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന 4 ചാനൽ ഓഡിയോ ആംപ്ലിഫയർ ബോർഡ്. ക്ലാസ് AB വിഭാഗത്തിൽപ്പെടുന്ന ആംപ്ലിഫയറാണിത്. ഹൈ എൻഡ് ഓഡിയോ സിസ്റ്റങ്ങളാണ് ഈ IC കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കിതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ സാധിക്കും. നല്ല സ്ട്രോങ് ആയിട്ടുള്ള PCBയും നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻസുമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ നല്ല സോൾഡർ മാസ്കും നല്ല ഒരു ഡിസൈനും ഇതിന് നൽകിയിട്ടുണ്ട്. ഓരോ ചാനലിലും 45 വാട്ട് ഓഡിയോ ഔട്ട്പുട്ടാണ് ഈ ബോർഡ് നൽകുന്നത്. 12 വോൾട്ട് മുതൽ 18 വോൾട്ട് സിംഗിൾ പവർ സപ്ലൈ ആണ് ഇതിൽ ഇൻപുട്ടായി നൽകേണ്ടത്. വെരി ലോ ഡിസ്റ്റോർഷനും ലോ ഔട്ട്പുട്ട് നോയ്സും സ്റ്റാൻഡ് ബൈ ഫംഗ്ഷനും മ്യൂട്ട് ഫംഗ്ഷനും ഈ ICയുടെ പ്രത്യേകതകളാണ്. കൂടാതെ ഔട്ട്പുട്ട് ഷോർട്ട് പ്രൊട്ടക്ഷനും ഓവർഹീറ്റ് പ്രൊട്ടക്ഷനും റിവേഴ്സ് ബാറ്ററി പ്രൊട്ടക്ഷനും ഇതിൽ നൽകിയിട്ടുണ്ട്. ബോർഡിനൊപ്പം കണക്ഷൻ വയറുകളും കൺട്രോളുകളും ഇതിനോടൊപ്പമുള്ള പാക്കിൽ തന്നെ വരുന്നുണ്ട്. ST മൈക്രോ ഇലക്ട്രോണിക്സിൻ്റെ ഒറിജിനൽ IC തന്നെയാണ് ഇതിലും വരുന്നത്. ഈ ബോർഡിൽ സോൾഡറിങ്ങിൻ്റെ ആവശ്യങ്ങളൊന്നും വരുന്നില്ല. എല്ലാ ഇൻപുട്ടുകൾക്കും ഔട്ട്പുട്ടുകൾക്കും കണക്റ്റേഴ്സാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ഒരു 6 ലീഫ് ഹീറ്റ് സിങ്കും ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഈ 2 പ്രീസെറ്റുകൾ ലോ ഹൈ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെയാണ് ഇതിൻ്റെ ഓഡിയോ ഇൻപുട്ടും കൺട്രോളുകളും കണക്ട് ചെയ്യേണ്ടത്. ബോർഡിൽ തന്നെ അത് കറക്റ്റായിട്ട് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു റെഗുലേറ്റർ IC ആണ്. USB മോഡിലേക്കുള്ള പവർ സപ്ലൈ നമുക്ക് ഇതിൽ നിന്നും എടുക്കാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ പവർ സപ്ലൈ ഇൻപുട്ട്. ഇത് രണ്ടും ഓരോ ചാനൽ സ്പീക്കറിൻ്റെ ഔട്ട്പുട്ടുകളാണ്. ഇതാണ് അടുത്ത 2 ചാനലിൻ്റെ ഔട്ട്പുട്ട്. എല്ലാം 3 to 4 IC ഉപയോഗിച്ചിട്ടുള്ള ബാസ് ടവർ സർക്യൂട്ടും ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇത് മ്യൂട്ട് ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് എല്ലാ കണക്ഷൻസും നമുക്ക് നൽകാം. ഒരു USB പാനൽ കൂടെ ആഡ് ചെയ്യാം. ഇത് ട്രെബിൾ കൺട്രോളും ഇത് ബാസ് കൺട്രോളും ഇത് വോളിയം കൺട്രോളുമാണ്. ഇനി സ്പീക്കർ കണക്ട് ചെയ്യാം. നിതിൻ സോണിക്കിൻ്റെ 6 ഇഞ്ചിൻ്റെ 60 വാട്ട് ഔട്ട്പുട്ട് നൽകുന്ന 2 ഊഫറും 100 വാട്ടിൻ്റെ 2 ടവർ സ്പീക്കറുമാണ് ഞാനിതിൽ കണക്ട് ചെയ്യുന്നത്. കണക്ഷൻസ് എല്ലാം കഴിഞ്ഞു. ബോർഡ് ഓൺ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്യാം.
FM mode, AUX mode, Bluetooth mode, paired. നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള പവർഫുൾ ഓഡിയോ തന്നെയാണ് ഇത് നൽകുന്നത്. ബാസ്റ്റുകളെല്ലാം നല്ല സൂപ്പറാണ്, കേൾക്കാൻ നല്ല സുഖമുണ്ട്. 12 വോൾട്ട് 18 ആംപിയറാണ് ഇതിൽ ഇൻപുട്ട് വോൾട്ടേജായി ഞാൻ നൽകിയത്. ഹൈ സെൻസിറ്റിവിറ്റി ഉള്ള ഒരു ബോർഡാണിത്. ഓഡിയോ മികച്ചതാണെങ്കിലും ഒരു പോരായ്മയായി എനിക്ക് തോന്നിയത് ഇതിന് ചെറിയൊരു നോയ്സ് ഉണ്ട്. ബാസ്റ്റുകളുടെ അടുത്തേക്ക് പോലും നമ്മുടെ കൈ കൊണ്ടുചെല്ലാൻ പറ്റില്ല. എർത്തിങ് പ്രോപ്പറായി കൊടുത്തപ്പോൾ അതെല്ലാം കറക്റ്റ് ആവുന്നുണ്ട്. ഹീറ്റിംഗ് ഇഷ്യൂവും മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. നല്ലൊരു ആമ്പ് തന്നെയാണിത്. 4 ചാനൽ ആംപ്ലിഫയർ ചെയ്യുന്നവർക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. 899 രൂപയാണ് ഇതിൻ്റെ ഡിസ്കൗണ്ട് വില. ഇതിൻ്റെ പർച്ചേസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.